ശ്രീ വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം, അത്ഭുത രാമായണം, ആനന്ദരാമായണം മുതലായവ പോലെ അധ്യാത്മരാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് വിചാരിക്കുന്നത്. അധ്യാത്മരാമായണത്തിൻ്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടുമാണ് ഇരിക്കുന്നത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരവതാരമാണെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരോദാത്തനുമായ ഒരു രാജാവായിട്ടേ വെച്ചിട്ടുള്ളൂ. അധ്യാത്മ രാമായണ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ച് കഥ വിസ്തരിക്കുന്നത്. ഈ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് അധ്യാത്മ രാമായണം ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയാകാം. എന്നാൽ ഈ ഗ്രന്ഥമുണ്ടാക്കിയതിനെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു പോരുന്നത് താഴെ പറയുന്നു. വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് രാമായണം ഉണ്ടാക്കിയത്. തൻ്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണത്തേക്കാൾ ഭക്തിരസം ഉള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുമെന്നും തന്നിമിത്തം ഇതിന് അധികം പ്രചാരം വരികയും ചെയ്യുമെന്നുമാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. തൻ്റെ ഗ്രന്ഥം ഒന്ന് നോക്കണമെന്നും പറഞ്ഞ് പല യോഗ്യന്മാരെയും അദ്ദേഹം സമീപിച്ചുവെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല എന്ന് മാത്രമല്ല, ഋഷിപ്രോക്തങ്ങളായ പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വിഡ്ഢിയാൻ ഇതിനായി പുറപ്പെട്ടത് അത്ഭുതം തന്നെ, ഇതാരെങ്കിലും നോക്കുമോ എന്നും മറ്റും പറഞ്ഞ് ചിലർ പരിഹസിക്കാനും തുടങ്ങി. ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം അദ്ദേഹത്തിന് സഹിക്കവഹിയാതെ ആയിത്തീരുകയും അദ്ദേഹം സ്വദേശം വിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അലഞ്ഞു നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യസഞ്ചാരം ഇല്ലാത്തതായ ഒരു കൊടുങ്കാട്ടിൽ ചെന്നു ചേർന്നു. നേരവും വൈകി. മനുഷ്യാധിവാസമുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് അവിടെ നിന്നും വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയെന്നും തീർച്ചപ്പെടുത്തി. ആ വനാന്തരത്തിൽ കൂടിയുള്ള ഊടുവഴിയുടെ അടുക്കലായിട്ട് ഒരു കുളവും ആൾത്തറയും അദ്ദേഹം കണ്ടു. കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനാദികളും കഴിച്ച് ആ ആൾത്തറയിൽ തൻ്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വെച്ച് കിടന്നു. വിശപ്പും ദാഹവും വഴി നടന്നുള്ള ക്ഷീണവും എല്ലാം കൂടി കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോന്മയനായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ആ ബ്രാഹ്മണൻ എണീറ്റിരുന്നു. അതിൻ്റെ ശേഷം താഴെ വരുന്ന പ്രകാരം അവർ സംഭാഷണവും തുടങ്ങി. ദിവ്യൻ ചോദിച്ചു, ഹേ, അങ്ങ് ആരാണ്? ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനായിട്ടാണ്? അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണ്. ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ഇന്ന് ദൈവഗത്യ ഇവിടെ വന്നു ചേർന്നു. മനുഷ്യരുള്ള ദിക്കിൽ എത്തുന്നതിന് നേരം മതിയാകാതെ വന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ദിവ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ അടുക്കിലിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അപ്പോൾ ആ ബ്രാഹ്മണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് ഞാൻ പറഞ്ഞാൽ അവിടുന്ന് എന്നെ പരിഹസിക്കും, അതുകൊണ്ട് ഞാൻ പറയുകയില്ല. അപ്പോൾ ദിവ്യൻ, ഏയ് അതൊന്നുമില്ല, അങ്ങ് പറയൂ, കേൾക്കട്ടെ. ഇപ്രകാരം ആ ദിവ്യപുരുഷന്റെ വാക്ക് കേട്ടിട്ട് ബ്രാഹ്മണൻ ആ ഗ്രന്ഥം ഇന്നതാണെന്നും അത് നിമിത്തം തനിക്കുണ്ടായ ആക്ഷേപങ്ങളും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. ഞാനൊരു കൗശലം പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിനും തന്നിമിത്തം ഗ്രന്ഥത്തിന് പ്രചാരം സിദ്ധിക്കുന്നതിനും ഇടവരും. എന്തെന്നാൽ ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം. നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യം ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നാലെ 4 പട്ടികൾ കൂടി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടുവന്ന് കൊടുത്ത് വിവരം പറയണം. എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവൃത്തി ഉണ്ടാക്കി തരും. ഇതാര് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയും അരുത്. ഇപ്രകാരം പറഞ്ഞ് ആ ദിവ്യപുരുഷൻ ഉടനെ അന്തർധാനം ചെയ്തു. ഈ ഉപദേശം കേട്ട് ആ ബ്രാഹ്മണന് ഏറ്റവും സന്തോഷമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അരുണോദയമായപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്തും ചെന്നു ചേർന്നു. നേരം വൈകാറായപ്പോൾ മുമ്പ് ആ ദിവ്യപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് വിവരമെല്ലാം പറഞ്ഞു. ആ ബ്രാഹ്മണൻ, ഇത് എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നതിന് അങ്ങയോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ, ആട്ടെ, ഇപ്പോൾ പറയണമെന്നില്ല, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് ഈ ഉപായം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ്. അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിനാൽ ഞാൻ അവനെ ശപിക്കുന്നു. അവൻ ഒരു ശൂദ്രനായി ഭൂമിയെങ്കിൽ ജനിക്കുവാൻ സംഗതി വരട്ടെ. ഇപ്രകാരം ശപിച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന കമണ്ഡലുവിൽ നിന്നും കുറെ വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ച് ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട്
ഇനി ഈ ഗ്രന്ഥം നിമിത്തം അങ്ങേക്ക് വളരെ ബഹുമാനം ഉണ്ടാകുന്നതിന് സംഗതിയാകും എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷം അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ച് പാരായണത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങുകയും ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാൾ അതിന് പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. അധ്യാത്മരാമായണ കർത്താവായ ബ്രാഹ്മണന് ആ ഉപായം പറഞ്ഞു കൊടുത്ത ഗന്ധർവനാണ് പിന്നെ ശൂദ്രനായി ഭൂമിയെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നുള്ള നാമധേയത്തോടുകൂടി അവതരിച്ചത്. എഴുത്തച്ഛന് അധ്യാത്മരാമായണത്തോട് മറ്റുള്ള രാമായണങ്ങളെക്കാൾ അധികം പ്രതിപത്തി ഉണ്ടാകുന്നതിനും തൻ്റെ കിളിപ്പാട്ട് തർജ്ജമയ്ക്ക് ഈ മൂലത്തെ സ്വീകരിക്കുന്നതിനുള്ള കാരണവും മേൽപ്പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിനോടുള്ള പൂർവ്വ സംബന്ധമാകുന്നു. ഗോകർണത്ത് ശിവരാത്രി നാൾ 4 പട്ടികളോട് കൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസനായിരുന്നു. ആ 4 പട്ടികൾ 4 വേദങ്ങളുമായിരുന്നു. അധ്യാത്മരാമായണം മൂലം ഉണ്ടാക്കിയത് സാക്ഷാൽ വരരുചിയാണെന്ന് ചിലർ പറയുന്നുണ്ട്.